ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ വിവാഹത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ കീർത്തിക്കിനെയും അഞ്ജുവിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. മകനെ അബ്രഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. Don't get up. Let's speak. I forget. I wasn't listening. Forget all familiar things. Sun-soaked shores, lost in the evening breeze. You're all I wanted, all I wanted. You're all I wanted. Well, isn't it obvious? Well, isn't it obvious? Tell me to calm down. Look all around us here. Fall. It's easy to see from down here. Fall not swinging, then the war is won. Caught before I'm falling for us. Light beast of the heavens, open walls and all yours. Isn't it obvious? You were right in front of me. The answer. Every breath holds a moment, everyone a chance to take. You can see it if you close your eyes. We already know the way. Forever you and me, running wild and free, chasing down the
സൈന്യങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ദോഷങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെയും പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങോട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖി അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദ്യത്തെ സഖിയെ ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവന്റെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങൾ അഞ്ചിനെയും കീർത്തിക്കിനെയും അനുഗ്രഹിക്കണമേ. ഖാനയിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികൾ അനുഗ്രഹിച്ച വിഷയമായ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാരോസേഫെ, ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവിടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിനെ കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലകന്മാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. Been alone for a while, now I'm missing you. I've been trying to call you with someone new. All the times that I broke your heart, I miss the feeling of the first spark of fire. Now I'm alone by myself and I'm missing you. I know I've been a fool, I never let you in on the things that I went through. Now I'm broken down and bruised. Ooh, trying to find the feeling when I'm with someone new. I'm sorry I can't love anyone but you. Sorry I can't love anyone but you. Do you remember the week that we spent in Paris? Only together a year when you talked about marriage. Oh, then the night that I dried your tears, I only wish that I knew where our love died. Now I'm alone in the half-light of our goodbye, trying to make it right, trying. You're the afterglow in the falling snow, floating like you know we're hoping. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാൾ
അങ്ങ് പരിശുദ്ധൻ 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 സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാതാപിതാക്കളും മനുഷ്യരും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ എളിയ ദാസരെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും സ്വർഗത്തിന്റെ മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ പുതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കൊള്ളുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. വിലയേറിയ നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സാഹിത്യമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവനെന്ന കാലം നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും മാതാവിനെയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ചിത്രകരം ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എഫെസോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കട്ടെ.
എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയായിട്ട് ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കുക. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10 തിരുവചനങ്ങൾ 2 മുതൽ 9 വരെ. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ
ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സുന്ദരിയും സുശീലയുമായ അഞ്ചുമോളെ, ബുദ്ധിമാനും മാംസള ഹൃദയത്തിന്റെ ഉടമയുമായ, ആദ്യമായി തന്നെ വിവാഹ സംസ്കാരത്തിന്റെ ആശംസകളും അഭിനന്ദനങ്ങളും ദൈവകൃപയും നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ വായിച്ചു കേട്ട മർക്കോസിന്റെ സുവിശേഷത്തിലും അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 5ഉം 6ഉം വാക്യങ്ങളും നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ്. ഒരു വട്ടം കൂടി പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒരു ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദീപക് ലേഖനം വായിച്ചപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ എഫേസൂസിലെ സഭയിലേക്ക് വേണ്ടി എഴുതിയ പത്രങ്ങളിൽ നിന്നാണ് വായിച്ചത്. അതിൽ കുറച്ചു ഭാഗം വീണ്ടും നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലെ ആദ്യത്തെ വാക്യം മനോഹരമാണ്. അത് കീർത്തിക്കനെയും അഞ്ജുമനെയും കുറിച്ചാണ് ഇന്നേ ദിവസം പറയുക. ഇതിനു മുമ്പ് വിവാഹം ചെയ്തിട്ടുള്ളവർക്കും അത് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിന്റെ മക്കളെ പോലെ വർദ്ധിക്കുവിൻ. പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ മാത്രം എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാലത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്ക് ചേരരുത് ഒരിക്കൽ പോലും. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഇതിലും വളരെ ഭംഗിയായി പറയുന്നു. ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. ആത്മാവിൽ നിങ്ങൾ പരിപൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയമായ ഗീതങ്ങളാലും പരസ്പരം നിങ്ങൾ സംഭാഷണം ചെയ്യുവിൻ. ഗാനാലപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. 22 അതിനെ തുടർന്നുള്ള വാക്യങ്ങൾ വളരെ സുന്ദരമായി ഭാര്യയുടെ കടമയെക്കുറിച്ചും ഭർത്താവിന്റെ ഭാര്യയോടുള്ള കടമകളെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ഈ ശരീരത്തിന്റെ രക്ഷകൻ. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ വിശുദ്ധമായ കുരിശിൽ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവളെ കലയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമായി ഇരിക്കുന്നതിനു വേണ്ടി
അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ക്രിസ്തു തിരുസഭയെ എന്ന പോലെ അവൻ അവളെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു വലിയ രഹസ്യമാണ്, മിസ്റ്ററിയാണ്. ചെറിയ കാര്യത്തിലേക്ക് കടന്നു വരാം. വാട്ട് ഈസ് മാരേജ്? വിവാഹം കഴിക്കുന്നത് എന്തിനാണ്? ഒന്ന്, ടു ഫീൽ ദ സോഫ്റ്റ്നെസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ദമ്പതികള് സുഹൃത്ത് ബന്ധത്തിന്റെ മൃദുലത തൊട്ടറിയുവാനായിട്ടാണ് വിവാഹിതരാകുന്നത്. രണ്ട്, ടു എൻജോയ് ദ സ്വീറ്റ്നെസ് ഓഫ് റൊമാൻസ്. പ്രണയത്തിന്റെ പ്രേമത്തിന്റെ മാധുര്യം അല്ലെങ്കിൽ മധുരിമ ആസ്വദിക്കുവാനും അതിൽ കർത്താവിൽ ആനന്ദിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. മൂന്ന്, ടു എക്സ്പീരിയൻസ് ദ സേക്രഡ്നെസ് ഓഫ് പ്യുവർ ലവ്. ഗ്രീക്കിൽ അഗാപ്പെ എന്ന് പറയും. പരിശുദ്ധമായ സ്നേഹത്തിന്റെ പരിശുദ്ധി അല്ലെങ്കിൽ പാവനത അല്ലെങ്കിൽ വിശുദ്ധി അനുഭവിച്ചറിയുന്നതിന് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ. ഈ അനുഭവത്തിൽ നിന്നാണ് കുട്ടികൾ ജനിക്കുന്നതും ഒരു കുടുംബമായി ജീവിക്കുവാനായിട്ട് നിങ്ങൾക്കുള്ള ഊർജവും ആവേശവും ലഭിക്കുന്നത്. സകല ബന്ധങ്ങളുടെയും ആകെ തുകയാണ് അല്ലെങ്കിൽ ഒരു ചെറുകഥയാണ് നമ്മുടെ സുന്ദരമായ സൗഹൃദത്തിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഈ കുറച്ചു നാളുകളിലെ ഈ ലോകത്തിന്റെ ജീവിതം. സൗഹൃദത്തിൽ എത്തിച്ചേരുന്നത് വഴി നല്ല ബന്ധങ്ങളിലും സൗഹൃദത്തിൽ തളിർത്ത് പൂത്ത് പുഷ്പിച്ച് സഹൃദത്തിൽ സഹിത്വത്തിൽ എത്തിച്ചേരുന്നതാണ് യഥാർത്ഥമായ സ്നേഹം. അതായത് രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ കണ്ണുകൾ വഴി നോക്കുമ്പോൾ അവർ ആകൃഷ്ടരാകുകയും അതിൽ നിന്ന് ബന്ധം മുളയെടുക്കുകയും ചെയ്യുന്നു. ഈ ബന്ധം തുടരുമ്പോൾ അത് ഫ്രണ്ട്ഷിപ്പായിട്ട് അല്ലെങ്കിൽ സുഹൃത്ത ബന്ധമായിട്ട് സഹൃദയരുടെ ബന്ധമായിട്ട് മാറുന്നു. അതിനുശേഷം അത് പരിപൂർണമായ സ്നേഹത്തിൽ എത്തിച്ചേരുമ്പോൾ അതിനെ നമ്മൾ സഹിത്വം അല്ലെങ്കിൽ ഫെലോഷിപ്പ് എന്ന് വിളിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്. ഫെലോഷിപ്പില് നമ്മുടെ കൂടെ തമ്പുരാൻ ഈശോമിശിഹ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പ്രായമാകുമ്പോൾ വൃദ്ധനായ ഭർത്താവ് വൃദ്ധയായ ഭാര്യയുടെ നന്മ നിറഞ്ഞ മറിയത്തിന്റെ പ്രാർത്ഥനയുടെ ബാക്കി പ്രാർത്ഥന ചെല്ലാനായിട്ട് പ്രാപ്തരാകുന്നു. അല്ലെങ്കിൽ യാതൊരു ആകർഷണവുമില്ല. ഈ അഗാപ്പയിലേക്ക് ഈ ഫെലോഷിപ്പിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് വിവാഹത്തിന്റെ പരമോന്നതമായ ലക്ഷ്യം. അല്പം നാട്ടുവിശേഷം. പ്രശസ്ത ഗാനരചയിതാവും കുറച്ച് നല്ല സിനിമകളുടെ സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി പറയുന്നത് ഇത്തരുണത്തിൽ മനനത്തിനും ധ്യാനത്തിനും കൊണ്ടുവരുന്നത് പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഇപ്രകാരം പറയുന്നു: എൻ്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം ഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ട്. പല മതങ്ങളിലുള്ളവരെയും കണ്ടിട്ടുണ്ട്. ഹിന്ദു മതത്തിലുള്ളവരെയും സുഫിമാരെയും കണ്ടിട്ടുണ്ട്. പലരുടെയും ശിഷ്യത്വം എനിക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുമുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ പോലെ പാദപ്രക്ഷാളനം നടത്തി തന്റെ തന്നെ മുക്കുവരായ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ചെറുമയുടെ മഹത്തായ മാതൃക ലോകത്തിൽ കാണിച്ചു കൊടുത്ത
വേറെ ഒരു ഗുരുവിനെ ദർശിക്കുവാനായിട്ട് എൻ്റെ ഈ ഹ്രസ്വ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല. സാധാരണയായി കണ്ടുവരിക ശിഷ്യന്മാർ ഗുരുക്കന്മാരുടെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കുന്നതാണ്. ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. 4 ആശ്രമങ്ങളിൽ ഹിന്ദു ധർമ്മത്തിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതിനുശേഷമാണ് ഗാർഹസ്ഥ്യം, ഗൃഹജീവിതം. അത് കഴിയുമ്പോഴാണ് വനവാസം കഴിയുമ്പോഴാണ് സന്യാസം. ഈ 4 ആശ്രമങ്ങളിൽ കൂടിയാണ് ഒരു ഹിന്ദു സന്യാസി കടന്നു പോകുക. ശ്രീകുമാരൻ തമ്പി പറയുന്നത് ഒന്ന് നമ്മൾക്ക് വീണ്ടും കേൾക്കാം. യേശുദേവനാണെങ്കിൽ മറ്റു ഗുരുക്കന്മാരുടെ പോലെയല്ല, സ്വന്തം അഭ്യസ്തവിദ്യരല്ലാത്ത മുക്കുവരുടെ ജോലി ചെയ്തിരുന്ന 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. വിനയത്തിന്റെ, എളിമയുടെ, സ്വയം ശൂന്യവൽക്കരണത്തിന്റെ, ചെറുമയുടെ, ലളിതവും സരളവും എന്നാൽ ഉദാത്തവുമായ മാതൃക 2000 വർഷം മുമ്പ് നമ്മൾക്ക് കാണിച്ചു തന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും. ഈ യേശുവിനെ, പ്രപഞ്ച സൃഷ്ടികർത്താവിനെ മനസ്സിൽ ആരാധിച്ച് നിങ്ങൾ രണ്ടുപേരും ഇന്നേ ദിവസം നിങ്ങളുടെ തമ്പുരാൻ തന്നിരിക്കുന്ന നല്ല പാദങ്ങൾ മുന്നോട്ട് അക്കാരുടെ അടുത്തേക്ക് എടുത്തു വെച്ച് ജീവിതത്തിന് ഒരു നാഴി കുറിക്കുവാൻ പരിശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സദാസമയം യേശുവേ ശരണം, യേശുവേ ശരണം, ശരണം ഗച്ഛാമി എന്ന് ഉരുവിടുവാൻ, അധരങ്ങൾ കൊണ്ട് ഉദരിടുവാനും ഹൃദയങ്ങൾ കൊണ്ട് പറയുവാനും നിങ്ങൾ മറക്കരുത്. കർത്താവിന്റെ അനുഗ്രഹ പൂമഴ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി വർഷിക്കട്ടെ. കൊടുങ്കാറ്റോടുകൂടി വരുന്ന ആ കാറ്റ്, ആ കൊടുങ്കാറ്റ് മഴയായി മാറി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ റോസാപുഷ്പങ്ങൾ വർഷിക്കട്ടെ. ഞാനായിരിക്കുന്ന കൊച്ചുസഭ, ചെറുപുഷ്പസഭ, ആ കൊച്ചു ത്രേസ്യ പറയുന്നതാണ്, ഞാൻ സ്വർഗത്തിൽ പോയാൽ അവിടെ ചെന്ന് വെറുതെ ഇരിക്കുകയില്ല. ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഞാൻ ചുമന്ന റോസാപുഷ്പങ്ങൾ വർഷിക്കുമെന്നാണ് കൊച്ചു ത്രേസ്യ പറഞ്ഞു വെച്ചത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ അഭിലാഷങ്ങൾ നിങ്ങൾ യേശുവിന്റെ തൃപ്പാദത്തിൽ കാഴ്ചവെക്കുക. നമുക്ക് തുടർന്നുള്ള പ്രാർത്ഥനയിൽ സംബന്ധിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളെ ജീവിതത്തിൽ ഊർജം തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈ ഊർജം സ്വീകരിച്ച് ഉന്മേഷവാനായി ജീവിക്കുന്നതിനുള്ള കടമ നിങ്ങൾക്കുണ്ട്. ആ കടമയിൽ നിന്ന് ഉണ്ടാകുന്ന പിഞ്ചു പൈതങ്ങളെ ഈ അൽത്താരിന് മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് അവരെ ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിന്റെ മക്കളായി വളർത്തുക എന്ന ലക്ഷ്യം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കും. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി വിവാഹ കൂടാശ വഴി ബന്ധിതരാകുന്നവർക്ക് വേണ്ടി കർത്താവെ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാൻ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സുജീവൻ നൽകിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവൻ നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായി കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുവരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭിവൃദ്ധിയെ പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വസ്തയോടും ചാരിത്രയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വീടുകളിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്തിനെ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനനിരതരായി ജീവിക്കുവാൻ
നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന ഈ പുതിയ കുടുംബ ജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ ഇവരുടെ പുണ്യപ്പെട്ട മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുമകർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കത്തോലിക്ക വിശ്വാസികളെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹ കൂദാശയ ബന്ധിതരാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥന നൽകുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിവാഹ ഉടമ്പടി എന്ന കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിൽ ചില ചോദ്യങ്ങൾ കാർമ്മികൻ ചോദിക്കുന്നു. വധുവരന്മാർ അതിനുള്ള മറുപടി പറയുന്നു. കീർത്തി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അഞ്ജുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അഞ്ജു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി കീർത്തിക്കിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലാക്കത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. താലി, മന്ത്രകോടി, മോതിരം മുതലായവ ഇരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളവുമായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവനത്തിന്റെ അനുസര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ.
പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. വിവാഹ പ്രതിജ്ഞയാണ് ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും പ്രത്യേക ആശീർവാദമാണ് ഇനി നടക്കുവാൻ പോവുക. എല്ലാവരും നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി ഈ നവദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിക എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ും
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ജീവിതം ദൈവികമായി സമീപിച്ച് ഇവയിൽ പങ്കുവൻ യോഗ്യമാകുന്നതാണ് ഈ വിടുതല വൈദ്യത്തിന് സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സമാപന പ്രാർത്ഥനകൾക്കായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ നവദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായിയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവായ ദൈവമേ, നവദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെയും നായകനായ മാർയോസേഫിന്റെയും ആദിത്യം ഇവരെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. കാലത്തിന്റെയും നാഥായ അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാന ദൈവമേ, അങ്ങ് എല്ലായ്പ്പോഴും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഉദാശയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ വിവാഹമെന്ന ഉദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയും നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ.
ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുകുടുംബത്തിൽ ഈ കർമ്മത്തിൽ പങ്കുചേർന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന് പിടിപ്പിടമേ സുസ്തി, ഞങ്ങളുടെ കർത്താവിനെ സുസ്തി. ഞാൻ സ്വീകരിച്ച കുർബാന കാരണമാകട്ടെ. ഇനിയൊരു No matter what brings tomorrow, keep loving you every day. No more sorrow, be it now. There's a better place you have to pay. I had my heart come getting on, love crashing down to my rain. No more sorrow, be it now. There's a better place you have to pay. Heart is falling, there's no other you. I've been loving. I promise this to you, I promise this to us. I'll do my best for you. With you I'm in love. With you I'm in love. I'm falling in love. With you I'm in love. With you I'm in love. I'm falling in love.
you no matter where I go, I'll never leave your side. You will never be alone. Even when we go through changes, even when we're old, remember that I told you I found my way back home. Never let you go, couldn't run away if I tried. Cause even when I'm all alone, you got a hold of my mind. And I'll always let you know that I'm always gonna hold on. And I told you right from the start, you just say the word and I go. No, it doesn't matter how far, cause your love is all that I know. Baby, you just stay where you are, and you know I won't be too long. Hold on, hold on. Remember when I told you no matter where I go, I'll never leave your side. You will never be alone. Even when we go through changes, even when we're old, remember that I told you I found my way back home. 기억을 걸어들어 써진 시간 위에서 선명히 너는 떠올라. 길 잃은 맘속에 널 가둔 실사라. 그만 멈춘 시간 속 잠든 너를 찾아가. 아무리 막아도 결국 너의 곁인 걸. Please put your hands together for very handsome groom, Bridget, and of course the beautiful bride, Andrew. ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ രണ്ടുപേരെയും ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Everyone once again put your hands together to welcome our beautiful couple. ആദ്യമായി തന്നെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. Thank you so much everyone for taking time from the busy schedules and marking this spectacular day with all your glorious presence. And the most surprising or a happy news that I want to share with you all the people out here is introducing both of you as very first time as let me ask the bride. Introducing both of you for the very first time as introducing both of them as Mr. and Mrs. രണ്ടുപേരും പുതിയൊരു ചാപ്റ്ററിലൂടെ ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടുപേരെയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഇരുവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Today's handsome groom, Kirtik Mandal, completed his BTech
from Government Engineering College, Thrissur, and currently working as a product manager in Work India Company, Bangalore. That's a very short introduction about our handsome groom. And talking about his parents, Father K. Emmanuel, handsome and young, still at 60s, retired supervisor from Wilma, and his mother, Lindsay C.A., never aging, same as 30 years before, currently working as Assistant Administrative Officer in LIC Thrissur. ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ കിട്ടുന്ന ഈ മൊമെന്റ് സമ്മാനിച്ച അർഹതപ്പെടുത്തിയ രണ്ട് വ്യക്തികളെ ഒരുപാട് സ്നേഹത്തോടും കയ്യടിയോടും കൂടി തന്നെ സ്റ്റേജിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. Now I welcome his younger brother, Deepak, who completed MBA from IIT Bombay and is all set to join PwC Bangalore. Now I think it's time for Kritik's very cute little sister, myself, Donna Maria, and studying in St. Joseph's College in Nanakuda for BSc Physics. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ വെൽക്കം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ബ്രൈഡ്സിന്റെ പാരന്റ്സ്. അതിനു മുമ്പായിട്ട് തന്നെ today's beautiful and gorgeous bride out here, Anju Jose, completed masters in computer application from Government Engineering College, Thrissur, and currently working as software developer in TCS Bangalore. And now about Anju's parents. Dearest father, late K. Jose, who is blessing Kirtik and Anju from heaven. Mother, Valsa Jose, who does the most beautiful job in the world. She's a homemaker. Please come on to the stage. Everyone put your hands together to welcome. And now, Anju's siblings. Kindly come to the stage. Anju's eldest brother, charming Jane Jose, and his beautiful wife, Leslie, who are settled in Bangalore. Both of them work for renowned companies at the reputed positions. They have their son, Sean. Anju's elder brother, handsome Jacqueline Jose, currently works in Oman, and his beautiful wife, Lindsay. They have a cute daughter, Hannah. And now I can say a family is completed. Now moving on to the candle lighting ceremony. As we all know that lighting candles symbolizes the merging of two families into one. Of course, it's a union of two hearts. രണ്ട് വ്യക്തികളുടെ മാത്രമല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങളും ഒന്നാകാനായിട്ടുള്ള മഹത്തായ കർമ്മം തന്നെയാണ്. ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ ഇരുവരെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊപ്പം ദീപം തെളിയിക്കുന്നതിനായിട്ട് വെൽക്കം ചെയ്യുകയാണ്. Requesting you to please come forward with all your family members. ഇതുപോലെ തന്നെ അവരുടെ ജീവിതം ഒരുപാട് പ്രകാശപൂരിതമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. And we all started with that blessing. Now let us learn. We got the blessings from God, and next, what you want in the life. You have got the blessings from the God, and what you want next in your life. Let me ask the groom. More happiness. Yes, love and sharing of the happiness. As a symbol of sharing happiness through love, we invite the bride and the groom along with their family members for the cake cutting ceremony. Let me take it as a funny thing. I have heard that the one who shares the bigger piece of cake loves more. So, നമുക്ക് നോക്കിയാലോ ആരാണ് വലിയ പീസ് ഓഫ് കേക്ക് ഷെയർ ചെയ്യുന്നത്? അവർക്കല്ലേ സ്നേഹം കൂടുതലുണ്ടാവുക? എവിടെ? അതൊന്നും കേൾക്കാനില്ലല്ലോ. So let me look that who's sharing the bigger piece of cake.
Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that വലിയ പീസ് ഓഫ് കേക്ക് ഷെയർ ചെയ്തത് ചേച്ചിയാണെങ്കിൽ വലിയ കൈയടി. ചേട്ടനാണ് വലിയ പീസ് ഓഫ് കേക്ക് ഷെയർ ചെയ്തതിന് ഒരു വലിയ കൈയടി. എവിടെ ചേച്ചിക്കാണോ പോകണമെന്ന് പോകുന്നത്? ഞാൻ ഒരു പ്രാവശ്യം കൂടി ചോദിക്കാം. ചേച്ചിയാണ് വലിയ കേക്ക് ഓഫ് കേക്ക് ഷെയർ ചെയ്തതിന് ഒരു വലിയ കൈയടി. ചേട്ടനാണ് ഷെയർ ചെയ്തെങ്കിൽ ഒരു വലിയ കൈയടി. ചേച്ചിക്കാണ് ഫോണ് പോയിരിക്കുന്നത്. അവരിതാ ബ്യൂട്ടിഫുൾ ലൈഫിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ജീവിതമാണല്ലോ, ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം കൂടി കലർന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇനി വരുന്ന വഴിയിൽ അത് അത്രയും വീര്യത്തോടു കൂടി തന്നെ അലിഞ്ഞു ചേരട്ടെ എന്ന് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത്രയും സ്ട്രെങ്ത് അവരുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. And now it's a wine tossing ceremony. Please close your hands for sipping the wine and share the taste, which has all the taste of sweet, sour, salt and bitter. I request both of you to close your hands together and sip the wine. Girl, I say, if only life would lean our way, well, you and me, we'd run away to be wherever our adventure waits, and time would be a distant memory. Nobody could tell us to stay. Well, I've been dreaming ever since I've seen you heaven when you came my way. I heard your heart sing love, love, love. 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 Oh, it seems awfully far for us to find at all. All these years will wash away and we'll be clean, but we'll have nothing more. Well, I can say there'll come another day when money and our time falls, but on our hands, our wrinkles understand we never really wanted more. I heard your heart sing love, love, love. 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 And all the life about to go is in my mind, 'cause all the loudest voices in the world are never right. I heard your heart sing love, love, love. I heard your heart sing
കണ്ണല്ലേ നിനക്ക് വേണ്ടി നാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ ഒതിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലേ നിനക്ക് വേണ്ടി നാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു താരകങ്ങൾ കണ്ണു വെച്ച പാരിജാതമല്ലേ താരയുടെ കൂടെ നിഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കൽക്കവർണ്ണ പുണ്യം നെയ്യത്തി ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞു നിനക്ക് വേണ്ടി നാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു ചെക്കനുമെന്നും ടെൻഷനടിച്ച് ചങ്ങുപറിച്ച് ചേർന്നൊരു കല്യാണം ചങ്ങുകൊടുക്കും ചന്തുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടന കല്യാണം തകിലടിയോ നിറവടിയോ അതിലെവിടെ വെളിയടിയോ ചെക്കനുമെന്നും ടെൻഷനടിച്ച് ചങ്ങുപറിച്ച് ചേർന്നൊരു കല്യാണം
മാതിരി ഭക്തിയുടെ പരിഗണ പാട്ടൊന്നും പാടി ഡയൽ ചെയ്യാൻ നോക്കില്ല. എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡയൽ ചെയ്യാൻ പറ്റുന്ന പാട്ടാണ് മതി. പോണ്ടിച്ചേരിയിൽ പ്രിൻസിപ്പാണ്.
Full of
inside. All your insecurities, all the dirty laundry, never made me blink one time. Unconditional. കുടുംബപ്രതിഷ്ഠ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കുന്നവരായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നൽകുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശുഭാരംഭങ്ങളെ നിത്യവാഗ്ദത്തിൽ പ്രവേശിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിധത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്രോതസ്സിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. ഹൃദയവും ആരോഗ്യവും ഞങ്ങളുടെ വിഷയെ അങ്ങേ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശ്വരനെ ഞങ്ങളെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.
yours here right now. The kind of night we dream about. Oh, 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 oh. It's beautiful. Yeah, time flies when you get it right. So hold on tight.